ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് വന്ന ആൾക്കാർക്ക് വായിച്ചിട്ടുണ്ടാവും, ക്യാപ്ഷനും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. സോ ഇപ്പോൾ റീസെൻ്റായിട്ട് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോറി പറയാൻ പോകുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടൻറ്റ്, ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ ചാനൽ വന്നിട്ട് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അല്ലെങ്കിലും എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് കേട്ടപ്പോൾ, അതായത് എന്താ ഇൻസിഡൻറ്റ് വെച്ചാൽ, നമ്മുടെ പാലക്കാട് സെൻറ്റ് ഡൊമിനിക് എന്ന സ്കൂളിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആ ഒരു ന്യൂസ്. സോ ഞാൻ ആ ന്യൂസ് അറിഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് സ്ട്രൈക്കായി വന്നതും, അതേപോലെ എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നൊരു എൻ്റെ ചൈൽഡ്ഹുഡിൽ, എൻ്റെ ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ഞാനിതിൽ പറയാനായിട്ട് പോകുന്നത്. സോ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം, ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ LKG മുതൽ 10th വരെയും ഒരു സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, പാലക്കാടാണ്. ആൻഡ് സ്കൂളിൻ്റെ പേര് ഞാൻ ഈ വീഡിയോയിൽ എവിടെയും മെൻഷൻ ചെയ്യില്ല, കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ആ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ ഒന്നിനും ഇത് ബാധിക്കാൻ പാടില്ല. സോ ഞാൻ അതൊന്നും ഷെയർ ചെയ്യില്ല. ഞാൻ LKG മുതലും സ്റ്റാർട്ടിങ്ങിൽ അത് അത്യാവശ്യം നല്ലൊരു CBSE സ്കൂൾ തന്നെയാണ്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കുട്ടികൾ അധികം പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെയാണ് എൻ്റെ പാരൻസ് എന്നെ കൊണ്ട് ചേർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്കൂൾ തന്നെയാണ് കേട്ടോ. ചെറുപ്പത്തൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ. പിന്നെ വലുതായി വരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാനൊരു 2nd or 3rd or 4th ആ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ, ഒരു ദിവസം എന്തായെന്ന് വെച്ചാൽ, നമ്മൾ അതായത് ആ സ്കൂളിൽ എങ്ങനെയാണ്, ആ സ്കൂളിലല്ല ഒട്ടുമിക്ക പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ ക്ലാസ് മുതൽ തന്നെ പാരഗ്രാഫ് ബിൽഡ് ചെയ്യാനും വലിയ വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാനും ഒക്കെ അവർ പഠിപ്പിക്കാൻ തുടങ്ങും. പക്ഷെ നമുക്ക് സ്റ്റുഡൻസിന്, കുട്ടികൾക്കൊക്കെ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അതിൽ വരാറുണ്ടാവും. ഇതിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ എനിക്കും നമ്മുടെ നോട്ടൊക്കെ എഴുതില്ലേ, നോട്ട് എഴുതുന്ന സമയത്ത് അതിൽ മുഴുവൻ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പാരഗ്രാഫൊക്കെ ഇങ്ങനെ എഴുതുമ്പോഴേക്കും അപ്പോൾ ടീച്ചേഴ്സ് നോക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് പോവുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ നോട്ടും ടെക്സ്റ്റും കാര്യങ്ങളും ഹോംവർക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നോട്ടൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനാണ് ചെക്ക് ചെയ്യുന്നത്. അച്ഛൻ ഒരു ദിവസം നോട്ടൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഫുള്ളും മിസ്റ്റേക്സ് ആയിരുന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയൊക്കെ. എന്നാൽ അതായത് ഒരുപാടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 3ലോ അങ്ങനെ എന്തോ ആണ് എൻ്റെ ഒരു ഓർമ്മയിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ 1-2 പേജല്ല, ഫുള്ളായിട്ടും അവിടെയൊക്കെ ഫുൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും ടീച്ചേഴ്സ് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ടിക്കിട്ട് പോയിട്ടുണ്ട്. എവിടെയും ഒരു മിസ്റ്റേക്ക് അവർ നോട്ട് ചെയ്തിട്ടോ നോക്കിയിട്ടോ ഒന്നുമില്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പം അവരുടെ തിരക്ക് കാരണമാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ആ സമയത്ത് അച്ഛൻ അത് വായിച്ചു നോക്കിയിട്ട്, അച്ഛൻ എത്രയും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ടീച്ചർ എവിടെ ഒരു മാർക്കിങ് ഇട്ടതോ അത് തിരുത്തി എഴുതിയിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ നേരിട്ട് സ്കൂളിലേക്ക് വന്നിട്ട് അങ്ങനെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കംപ്ലൈൻറ്റ് പോലെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ക്ലാസ് ടീച്ചർ ആയിട്ടുണ്ടായിരുന്നത്, പേരിപ്പോൾ പറഞ്ഞ പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ സ്കൂളിൻ്റെ പേര് പറയുന്നില്ലല്ലോ, അപ്പോൾ ടീച്ചറുടെ പേര് പറയാം. അങ്ങനെ ആ സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ ആയിട്ടുണ്ടായിരുന്നത് വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ പൊതുവേ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇത് ആ ഒരു ടീച്ചറേയും കൂടെ ബാധിക്കുമല്ലോ, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്ന ശേഷം. ക്ലാസ് ടീച്ചറും കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ നോട്ട്സിലും ഇങ്ങനെ മിസ്റ്റേക്സ് ഉണ്ട്, ഫുള്ളായിട്ട് അച്ഛൻ കൊണ്ടുപോയിട്ട് കാണിച്ചു എന്നാണ് തോന്നുന്നത്, ഫുൾ ബുക്കൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ എല്ലാ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങൾ വായിച്ച് നോക്കാറില്ലേ, കറക്റ്റ് ചെയ്യാൻ എന്ന സമയത്ത് കുട്ടികളെ കറക്റ്റ് ചെയ്യാനല്ലേ ടീച്ചേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ 1-2 ഒക്കെ വിട്ടാലും ഫുൾ നോട്ട് തന്നെ ഒരു കറക്ഷനും നേരെ ചെയ്യാതെ ചുമ്മാ ടിക്കിട്ട് പോയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പോയ സ്ഥിതിക്ക് ആ ടീച്ചർക്ക് അത് വളരെയധികം ബാധിച്ചിട്ടുണ്ടാവാം. അതൊരു വലിയ ഇഷ്യൂ ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ സ്റ്റാഫ് റൂമിൽ ഒരു വലിയ വിഷയമായിട്ടുണ്ടാവാം. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷെ അതൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ കംപ്ലയിൻ്റൊക്കെ ആയി, അതെങ്ങനെയൊക്കെയോ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി അത് സോൾവ് ആയതിനു ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് പോയി തുടങ്ങിയപ്പോൾ തൊട്ട് ആ ടീച്ചറുടെ ക്യാരക്ടർ ടോട്ടലി ചേഞ്ച് ആയിരുന്നു. ആ ടീച്ചർ നമ്മളെ കണ്ടാൽ തന്നെ ഒരു ഇഷ്ടക്കേട് കാണിക്കാൻ തുടങ്ങി, നമ്മളെ ഭയങ്കരമായിട്ട് റിവെഞ്ച് ചെയ്യുക, അതായത് ടാർഗറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിച്ച് നമ്മളെ തല്ലുക, ഉപദ്രവിക്കുക, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, എല്ലാ ചാൻസും മുതലാക്കിയിട്ടുണ്ടായിരുന്നു ആ ടീച്ചർ. അതായത് അതിന് മുന്നുള്ള ക്യാരക്ടർ ആയിരുന്നില്ല അതിന് ശേഷം. കാരണം
എൻ്റെ നോട്ട് നോക്കിയിട്ടാണല്ലോ അവർക്ക് അത്രയും ഒരു ഇഷ്യൂ ഉണ്ടായത്. പാരൻസ് വന്ന് കംപ്ലയിൻറ്റ് ചെയ്തത് കൊണ്ട് ആ ടീച്ചർ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി വന്ന് എൻ്റെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ പറയില്ല, നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മളെന്നെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെനിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. എനിക്ക് ഓരോ ദിവസം ക്ലാസ്സിൽ പോകാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു ഈ ഒരു ടീച്ചർ കാരണം. പിന്നെ അങ്ങനെ ഒരുപാട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ പുറത്താക്കും. എന്തെങ്കിലും ടെക്സ്റ്റ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ എന്താണ് മിസ്റ്റേക്ക് ചെയ്യണമെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് സീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, ഞാനപ്പോൾ ഒരു 3rd or 4th അത്രയും ചെറിയ കുട്ടിയാണ്. ആ കുട്ടീൻ്റെ അടുത്ത് അവർ അത്രയും റിവെഞ്ച് പോലെയൊക്കെ വീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് സ്കൂളിലും ഇങ്ങനെ ഒരു ഇഷ്യൂ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസും കുറച്ചുണ്ടായിരുന്നു. അത് എല്ലാം കൂടി എൻ്റെ ആ ഒരു പഠിത്തം ആകെ കൊളായി. അതിനുശേഷം ഞാൻ തീരെ അങ്ങനെ പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഉഴപ്പി അങ്ങനെ കുറേ സീനൊക്കെ ആയി. അതിനുശേഷം എങ്ങനെയോ ഒരു വർഷം തട്ടി മുട്ടി കഴിഞ്ഞു. പിന്നെ ക്ലാസ് ടീച്ചറൊക്കെ മാറിയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. കാരണം ക്ലാസ് ടീച്ചർ മാറിയല്ലോ. ഈ ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ ഒന്നിനും പോയി നിൽക്കേണ്ട ഒരു ആവശ്യം ഇനിയില്ലല്ലോ. അങ്ങനെ വിചാരിക്കുമ്പോഴേക്കും വലുതാവും തോറും നമ്മളെ പുറത്തുനിന്ന് എവിടെയെങ്കിലും കണ്ടാൽ പോലും, ക്ലാസ്സിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് കണ്ടാലും ടീച്ചർ നമ്മളെ ടാർഗറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാലും, സപ്പോസ് നമ്മുടെ ഷൂവിൽ കെട്ടെന്തെങ്കിലും അഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ മുടിക്കെട്ടിലെ റിബൺ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇഷ്യൂ ആക്കും. കയ്യിൽ വലിയൊരു സ്കെയിൽ ഉണ്ടാവും, അതുകൊണ്ട് നമ്മളെ തല്ലും. അങ്ങനെ ഭയങ്കര ശല്യമായിരുന്നു ആ ടീച്ചറിനെ കൊണ്ട്. പിന്നെ ഒരു ദിവസം എക്സാം ഡ്യൂട്ടിക്ക് ഞാൻ കുറച്ചുകൂടെ വലുതായ ശേഷം ക്ലാസ്സിൽ എക്സാം നടക്കുന്ന സമയത്ത് വേറെ ടീച്ചേഴ്സാണല്ലോ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഒരു നോട്ടൊക്കെ നോക്കും ആൾ. നമ്മളെ ഭയങ്കര ഒരുമാതിരി നമ്മളെന്തോ ചെയ്ത പോലെ നമ്മളെ നോക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളെ കുത്തിയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. പിന്നെ ഞാൻ വെറുതെ ഒന്ന് എക്സാം എഴുതായിരുന്നു ഇങ്ങനെ. അതെനിക്കിപ്പോഴും ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാല് ബെഞ്ചിൻ്റെ അടിയിലല്ലേ കാലുണ്ടാവുക, കാലിൻ്റെ മുകളിൽ കാലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടിയിട്ടാണ് ഉള്ളിൽ. അത് പുറമേ ആർക്കും ഡിസ്റ്റർബൻസ് ആവില്ല, നമ്മൾ മിണ്ടാതിരുന്ന് ഇങ്ങനെ എഴുതണം. ഈ ടീച്ചർ ഒരു വലിയ സ്കെയിൽ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ട്. കാലിലേക്ക് ഓങ്ങി ഒരു അടി എൻ്റെ കാലിലേക്ക് ഇട്ട് കിട്ടിയായിരുന്നു. എന്തിനാണ് തല്ലിയെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ബെഞ്ചിൻ്റെ അടിയിൽ ഇങ്ങനെ കാലാട്ടി. ഇനി കാലാട്ടിയത് നോട്ട് ചെയ്തിട്ടാണോ ആ സ്ത്രീ, അതിനെ ടീച്ചറിന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, ആ സ്ത്രീ എൻ്റെ കാലിലേക്ക് ആ ഒരു വലിയൊരു സ്കെയിലാണ് കയ്യിൽ, ആ സ്കെയിലും കൊണ്ട് ഓങ്ങിയൊരു അടി അടിച്ചു കാലിൻ്റെ ഉള്ളിലേക്ക്, ബെഞ്ചിൻ്റെ അടിയിൽ കൂടെ. അത്രയും സ്റ്റുഡൻസിന് മുന്നിൽ നമുക്ക് റിയാക്ട് ചെയ്യാനും പറ്റില്ല. എക്സാം ഹാളാണ്, ഭയങ്കര സൈലൻ്റ് ആയിരിക്കുന്ന ഒരു പ്ലേസിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യാൻ, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പോലും ചോദിക്കാൻ നമുക്ക് പേടിയാണ്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴത്തെ പോലെ കൂടെ അല്ല, തിരിച്ച് നമുക്ക് അവരെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് പറയാനോ ഉള്ള ധൈര്യം അന്ന് നമുക്ക് ഉണ്ടായില്ല, തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഞാൻ വീട്ടിൽ പിന്നീട് പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ ഒരു വട്ടം ഇങ്ങനെ ഒന്നും ഉണ്ടായപ്പോൾ തന്നെ പേരൻസ് പോയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ വേഗം പോയിട്ട് പറയണ ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായാലും വീണ്ടും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് വീണ്ടും അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവരെ പേടിച്ചിട്ട്, അപ്പോൾ നമ്മൾ വളരെ ചെറുതല്ലേ, നമ്മുടെ മൈൻഡ് സെറ്റ് ആയാലും ഭയങ്കര ചുരുങ്ങിയതാണ്, നമുക്ക് അത്രയല്ലേ അറിയുള്ളൂ. ഒന്ന് മിരട്ടിക്കഴിഞ്ഞാൽ പേടിക്കുന്ന ടൈപ്പല്ലേ. അപ്പോൾ അതുകൊണ്ടാവും. പക്ഷെ അന്ന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് ഒന്നും കൂടെ എന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും സ്കൂളിൽ ഇത്രയും പീഡനങ്ങൾ പോലെയൊക്കെ അനുഭവിച്ചിട്ടും ടാർഗറ്റ് ചെയ്ത് നമ്മളെ ശല്യം ചെയ്തിട്ട് കൂടെ എനിക്ക് പോയി ചത്ത് കളയാനൊന്നും തോന്നിയില്ലല്ലോ. അപ്പോൾ അതൊരു ഇപ്പം എനിക്കത് ആലോചിക്കുമ്പോൾ അന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ ഉള്ളൊരു മൈൻഡ് പോലും എനിക്ക് വന്നിട്ടൊന്നുമില്ല. എങ്ങനെയോ അതൊക്കെ എന്നൊരു ദിവസം ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പിള്ളേരെ മാത്രം കുറ്റം പറയില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സ്റ്റുഡൻസിന് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളും പ്രഷേഴ്സും ഓരോ കുട്ടിയും ഫേസ് ചെയ്യുന്നുണ്ടാവും.
ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇതേപോലെ അല്ലെങ്കിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും അതിനെ പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് നമ്മൾ ഉപദ്രവങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. ആൻഡ് സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് പെരുമാറുന്ന സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ, ഞാനതില്ല എന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ കൊള്ളുന്ന ടൈപ്പാണോ എന്ന് എനിക്കങ്ങനെ തോന്നിപ്പോവാറുണ്ട്. പക്ഷെ അപ്പം നമുക്ക് ഒരുപാട് മനസ്സിൽ കൊണ്ടിട്ട് തന്നെയാണ്, എന്നാലും നമുക്ക് സൂസൈഡ് ചെയ്യാനുള്ള ഒരു ഫീലൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരിക്കലും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സൂസൈഡ് ചെയ്യൊന്നും വേണ്ട. സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതൊന്നും അല്ല ഈ പ്രശ്നങ്ങളൊന്നും. നമ്മൾ എന്തായാലും പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക തന്നെ വേണം. അപ്പം ഞാനായപ്പോലും എൻ്റെ ഈ പ്രശ്നം ടീച്ചർ എന്നെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കേണ്ടതെന്ന് ഞാൻ ഒന്ന് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് വീണ്ടും ഒന്ന് വോയിസ് എടുക്കാനുള്ള ധൈര്യം പോലും അവിടെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഞാനത് പറഞ്ഞില്ല, അതാണ് എൻ്റെ തെറ്റ്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ അക്കാഡമിക്സിലായാൽ പോലും ഇപ്പോൾ നേരെ പഠിക്കാത്ത കുട്ടി, അതൊക്കെ ഇപ്പോൾ പഠിപ്പിൽ ഉഴപ്പുന്നുണ്ടോ ഇല്ലയോ അതൊന്നും അല്ല വിഷയം. പക്ഷേ ഒരു കുട്ടിയെ മാനസികമായിട്ട് ഉപദ്രവിക്കുക, അവരെ മാക്സിമം എന്താ പറയുക ടാർഗറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇതാക്കുക, ടോർച്ചർ ചെയ്യല്. അപ്പോൾ ഈ ടോർച്ചറൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ പേടിച്ചങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്താൽ പോലും അത് വീണ്ടും ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കണ്ടാൽ വീണ്ടും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുക, പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, അതൊക്കെയല്ലേ വേണ്ടത്. അങ്ങനെ അപ്പോൾ ഇതൊരു ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്നും കൂടെ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. ആൻഡ് എൻ്റെ ഈ ഒരു സ്റ്റോറി, എൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു സമയം വരെ, ഇപ്പം ഈ ഒരു സമയം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യണ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടല്ലേ ഇത് കേൾക്കാനായിട്ട് ഇങ്ങനെ ക്ഷമയോടെ ഇരുന്നത്. നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംതിങ് അതിലെന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട്, അതുകൊണ്ടല്ലേ. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കത് നിങ്ങൾ കമൻസിൽ എനിക്കത് പറയണം കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല സോറി, നിങ്ങൾക്ക് ഉണ്ടായ ഇങ്ങനെ ഒരു സ്റ്റോറി, നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ സ്റ്റോറി. അപ്പോൾ ടീച്ചേഴ്സ് ഉപദ്രവിച്ചിട്ടുള്ളതാവില്ല, മേ ബി സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നാവാം, അല്ലെങ്കിൽ പുറമേ നിന്ന് ഒരാളുടെ ഉപദ്രവം കിട്ടിയതാവാം. അങ്ങനെ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ ടോർച്ചർ ചെയ്തിട്ടുള്ള ചില തോട്ട്സ് ഉണ്ടാവും. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഇങ്ങനെ മറ്റുള്ളവർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുമ്പോൾ അതൊരു ഇതല്ലേ, എന്താ സംഭവിച്ചത് ഏതാ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കമൻസിൽ പറയുക. ആൻഡ് അങ്ങനെ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ആ ടീച്ചറുടെ പേര് പറഞ്ഞിട്ടുണ്ട്, വിജയലക്ഷ്മി എന്നാണ് ടീച്ചറല്ല ആ സ്ത്രീയുടെ പേര്. ആ ഒരു വ്യക്തി ഇപ്പോൾ അവിടെ ആ സ്കൂളിൽ ഉണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 10th വരെയാണ് അവിടെ പഠിച്ചത്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് +1 +2 ഞാൻ വേറൊരു സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ +1 +2 അടിപൊളിയായിരുന്നു കേട്ടോ, ടോട്ടലി വേറൊരു വൈബുള്ള ഒരു ഇത് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ആ ഒരു സ്കൂളിൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആ ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പം ഉണ്ടോയെന്ന് പോലും എനിക്ക് സത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ആ ടീച്ചർ അല്ല ആ ഒരു വ്യക്തി ഈ ഒരു വീഡിയോ കാണണം. എങ്ങനെ കാണുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ആൻഡ് ആ സ്കൂളിലെ പേര് ഞാൻ ഇവിടെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്കൂളിൽ നിന്നൊക്കെ. അങ്ങനെ അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിക്ക് ആ ഒരു വ്യക്തി ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർ മനസ്സിലാക്കണം, ഒരു ചെറിയ കുട്ടിക്ക് എത്രയോ ചെറുപ്പത്തിലുണ്ടായ ഒരു മനസ്സിലുണ്ടായ ഒരു മുറിവ്, ഒരു സ്കാറ് ഈ നിമിഷം വരെ, എനിക്കിപ്പോൾ എത്ര ഏജായി, ഇത്രയും വലുതായിട്ട് പോലും എനിക്കത് മറക്കാതെ ആ ഒരു സീനും ആ ഒരു ഫേസും ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതൊരു ട്രോമ തന്നെയാണല്ലേ, നമ്മുടെ പഠിപ്പിനെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമുക്ക് ദേഷ്യപ്പെടാം, അവരെ തല്ലാം, എല്ലാം ചെയ്യാം. പക്ഷെ അതിന് പുറമെ അവരെ ഒരു എന്താ പറയുക, ഒരു എനിമിയായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് എടുക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ അതിനുശേഷം ടോർച്ചർ ചെയ്യുക, അതൊന്നും ചെയ്യാതിരിക്കാൻ. സ്റ്റുഡൻസ് ഓൾസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാക്സിമം
ടീച്ചേഴ്സിനെ ഇപ്പോൾ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള സ്റ്റുഡൻസ് കുറേ പേര് തെറി വിളിക്കുന്ന അങ്ങനെയൊന്നും ഞങ്ങളുടെ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര ധൈര്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നുമില്ല. നേരെ പാരൻസിൻ്റെ അടുത്ത് പറയുക. പാരൻസ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ടീച്ചർ ഉണ്ടാവില്ല, അവരോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ട്യൂഷനിൽ ടീച്ചർ ഉണ്ടെങ്കിൽ അവരോട് പറയുക. അല്ലെങ്കിൽ നമ്മൾ ചേച്ചിയോ ഏട്ടനോ കസിൻസോ മാമനോ ആരാണ് നമ്മൾ പറയണത് കേൾക്കാൻ റെഡിയാവുന്ന അവരോട് ഷെയർ ചെയ്യുക. പ്രോബ്ലം മാക്സിമം സോൾവ് ചെയ്യുക. എന്നിട്ടും സോൾവ് ആവുന്നില്ല, എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുക സ്കൂളിൽ നിന്ന്. മനസ്സിലായോ? അപ്പോൾ ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ മാനസികമായിട്ട് അത് ബാധിക്കുകയുള്ളൂ. ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുക അവിടെ നിന്ന്, ആ പ്രശ്നം അവിടെ സോൾവ് ആവില്ലേ. അല്ലാതെ സ്യൂസൈഡ് ഒരിക്കലും ഒരു അവസാനമല്ല ഏതൊരു കാര്യത്തിനും. സോ എൻ്റെ ഒരു ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. ഇത് ഞാൻ എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ പകുതി ഭാഗം എൻ്റെ പാരൻസിനൊക്കെ അറിയുന്നുണ്ടാവാം, ബിക്കോസ് അവരാണല്ലോ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തത്. അതിന് ശേഷം ഞാൻ അധികം അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ആ സമയത്ത് ഷെയർ ചെയ്യാൻ പേടിയായിരുന്നു, വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള പേടി കാരണം. ഇപ്പോഴാണ് ഞാൻ ഇവിടെ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഇതൊരു ടോപ്പിക്കല്ല, ആ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഫാമിലിക്ക് അതൊരു വലിയൊരു ലോസ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോയിട്ട് തല്ലി പൊളിച്ചാലും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, ആ കുട്ടി പോയി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പാരൻസ് ദയവ് ചെയ്ത് ഇൻവോൾവ് ആവുക. അവർ ടോർച്ചർ ചെയ്യുന്നുണ്ടോ, വീണ്ടും സ്കൂളിലേക്ക് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, അത് സോൾവ് ആക്കി കൊടുക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈ കേട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ റിലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് ചെയ്യുക ആൻഡ് കമൻസിൽ പറയുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പറയണം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള, ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഷെയർ ചെയ്യുക, ഞാൻ വായിക്കുന്നതാണ്. സോ ഇതേപോലെയുള്ള ഇൻസിഡൻറ്റ്സ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റോറീസ് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കമൻസിൽ അറിയിക്കുക. അങ്ങനത്തെ സ്റ്റോറീസ് പറയാനായിട്ട് അറിയിക്കുക. സോ അത്ര തന്നെ ഉള്ളൂ. എനിക്ക് എന്തൊക്കെയോ പറയാൻ തോന്നി, ഞാനത് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തു കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയി, ക്യാമറ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുക. ആൻഡ് ഇതുവരെ കണ്ടവർക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റായിട്ട് വരുന്നത് വരെ ബൈ.